അടിമാലി ദേശീയപാത 85-ലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ നിരോധന വിഷയത്തിൽ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേര്യമംഗലം പാലം മുതൽ വാളറ വരെ 14.5 കിലോമീറ്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിർത്തിവച്ചിട്ടുള്ളത്. നേര്യമംഗലം പാലം മുതൽ വാളറ വരെ 14.5 കിലോമീറ്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിർത്തിവച്ചിട്ടുള്ളത്. ദേശീയപാത വിഷയത്തിൽ ജില്ലയിലെ LDF നേതൃത്വവും സർക്കാരും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചതെന്നും NH സംരക്ഷണ സമിതി നടത്തിയ സമരങ്ങൾ സർക്കാരിനെതിരെ വഴിതിരിച്ചുവിടാനാണ് ചിലർ ശ്രമിച്ചതെന്നും നിർമ്മാണ നിരോധന വിഷയത്തിൽ പണികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ 2 മാസത്തോളമായിട്ട് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരുന്നതിനാൽ ബാക്കിയുള്ള നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി എത്രയും വേഗം ഇതിൻ്റെ പണികൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായി സർക്കാരിനെതിരെ തുടർച്ചയായി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും ഈ പ്രദേശത്ത് വാർത്തകൾ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പ്രചരണങ്ങൾ ഇറക്കിവിടുന്നുണ്ട്. അപ്പോൾ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങളിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളെല്ലാം ചേർന്നത്. വിഷയം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പും റവന്യൂ വകുപ്പും സ്ഥലത്ത് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി. ഫയൽ റവന്യൂ സെക്രട്ടറിയുടെ കൈവശം എത്തിയതായും റവന്യൂ സെക്രട്ടറി ഉടൻ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നും ഫയൽ ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളതെന്നും MLA വ്യക്തമാക്കി. റോഡ് വികസനത്തിനായി സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴത്തെ പ്രശ്നത്തിലും സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. ദേശീയപാത വിഷയത്തിൽ ജില്ലയിലെ LDF നേതൃത്വവും സർക്കാരും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചത്. തുടർന്നും ജനപക്ഷത്തു നിന്നുള്ള ഇടപെടലുകളാണ് നടത്തുക. നിലവിൽ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.